മെയിനായിട്ട് നോക്കാൻ പോകുന്നത് ആ ക്വറി സെറ്റ് എ പി ഐയെ പറ്റിയാണ്. എന്താണ് ക്വറി സെറ്റ് എ പി, എങ്ങനെയാണ് ക്വറി സെറ്റ് എ പി ഐയുടെ ഒരു ബേസിക് ഫംഗ്ഷനാലിറ്റിയൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ട് നോക്കാൻ പോകുന്നത്. ഓക്കെ, അത് ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മൾ ചെയ്ത പ്രൊജക്റ്റ് ഒന്ന് റൺ ചെയ്യുകയാണ്. ലാസ്റ്റ് നമ്മൾ ചെയ്ത മുഴുവൻ ഷെൽ കമാൻഡ്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തത്. ഓക്കെ, ഞാനൊന്ന് പ്രൊജക്റ്റ് റൺ ചെയ്തു. ഇപ്പം നമ്മുടെ മൂവീസ് എല്ലാം വന്ന് കിടപ്പുണ്ട്. ഓൾറെഡി ആഡ് ചെയ്ത് കിടക്കുന്ന മൂവീസ് എല്ലാം ഡാറ്റയിൽ വന്ന് കിടപ്പുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഒരു കാര്യം ചെയ്യുകയാണ്. ജസ്റ്റ് ക്രിയേറ്റ് ഫംഗ്ഷനെ ക്ലിക്ക് ചെയ്തു. നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്നു അല്ലേ? ഇത്തവണ ക്രിയേറ്റ് ഫംഗ്ഷനെ ക്ലിക്ക് ചെയ്തു. ഓക്കെ, നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ലാസ്റ്റ് ചെയ്ത സമയത്തെല്ലാം നമ്മൾ ഷെൽ കമാൻഡ്സ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പം നിങ്ങൾ നോക്കിക്കേ, നമ്മൾ മോഡൽ ഫോം യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചേഞ്ച് ചെയ്തിരിക്കുന്ന മോഡലിൽ മാത്രമേ ഉള്ളൂ. മോഡലിൽ നമ്മൾ വരുത്തിയ ചേഞ്ച് എന്ന് പറയുന്നത് എന്താ പറയുക, 2-3 റിലേറ്റഡ് മോഡൽസിലൂടെ ആഡ് ചെയ്തു. അതിനുശേഷം മൂവി ഇൻഫോയിൽ ടൈറ്റിൽ, ഇയർ, ഡിസ്ക്രിപ്ഷൻ, പോസ്റ്റർ ഇതെല്ലാം വന്നു. പക്ഷേ ഫോംസിനകത്ത് നമ്മൾ കൊടുത്തിരുന്നത് ഇങ്ങനെയായിരുന്നു. മൂവി ഇൻഫോ, അതായത് മോഡൽ ഫോം യൂസ് ചെയ്തിരുന്നത് ഇങ്ങനെയായിരുന്നു. മൂവി ഇൻഫോ അതിൻ്റെ എല്ലാ ഫീൽഡുകൾ, അതായത് മൂവി ഇൻഫോയുടെ എല്ലാ ഫീൽഡുകളിൽ നിന്നും ഉള്ളൊരു ഫോം ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് നമ്മൾ വേറെ ഒന്നും, ഒരു ലൈൻ ഓഫ് കോഡ് പോലും എഴുതാതെ നോക്കി ഈ ഫോം ചേഞ്ച് ആയിരിക്കുന്നു. ഇതാണ് നമ്മൾ ഫ്രെയിം വർക്ക് യൂസ് ചെയ്യുമ്പോൾ ഒരു ബെനിഫിറ്റ്. ഇപ്പോൾ ഇവിടെ നമ്മൾ പക്ഷേ ഇവിടെ കണ്ടോ, ഇവിടെ ഒബ്ജക്റ്റുകളാണ് വന്നിരിക്കുന്നത് അല്ലേ? ഇത് നമുക്ക് മാറ്റാം. അതായത് നമ്മൾ ഓൾറെഡി ആഡ് ചെയ്ത് കിടക്കുന്ന ഒബ്ജക്റ്റുകളാണ് ഈ കിടക്കുന്നത്. വന്നിരിക്കുന്ന ഫീൽഡ്, അഡീഷണൽ ഫീൽഡ് വന്നിരിക്കുന്നത് സെൻസർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു ഒരു ഫീൽഡ് വന്നു. അതിനകത്തൊരു സെലക്ഷൻ ബോക്സ് ഓട്ടോമാറ്റിക്കലി വന്നു. ഓൾറെഡി ആഡ് ചെയ്ത് കിടക്കുന്ന സെൻസർ ഇൻഫോയുടെ ഒബ്ജക്റ്റുകളാണ് സെലക്ട് ചെയ്യാൻ ഓപ്ഷനായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ ഡയറക്റ്റഡ് ബൈ എന്ന് പറഞ്ഞൊരു അഡീഷണൽ ഫീൽഡ് വന്നു. അതിനകത്ത് ഓൾറെഡി ആഡ് ചെയ്ത ഡയറക്ടർ ഒബ്ജക്റ്റിൻ്റെ വന്നു. ഇവിടെ നമുക്ക് ഡയറക്ടേഴ്സിൻ്റെ നെയിം കാണിച്ചാലല്ലേ വരത്തുള്ളൂ. അതിനുവേണ്ടി നമുക്കൊരു വഴിയുണ്ട്. അത് ശരിക്കും നമ്മൾ മോഡലിലേക്ക് വരുന്നു. ഓക്കെ, മോഡലിനകത്ത് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു ഇങ്ങനൊരു മെത്തേഡ്. ഈ മെത്തേഡ് ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഒബ്ജക്റ്റ് പ്രിൻ്റ് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ വെറുതെ നമ്മളൊരു മൂവി ഇൻഫോയുടെ ഒബ്ജക്റ്റ് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റെപ്രസെൻ്റ് ചെയ്യേണ്ടത് എന്ത് സ്ട്രിങ് ആണ് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ടൈറ്റിൽ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഡയറക്ടറിനൊന്നും നമ്മളത് പറഞ്ഞില്ല. ശരിക്കും ആ ടൈറ്റിലായിരിക്കും നമ്മുടെ ഫോമിൽ കാണിക്കുന്നത്. ഞാനിങ്ങനെ കൊടുത്തു, സെൽഫ് ഡോട്ട് നെയിം എന്ന് പറഞ്ഞു കൊടുത്തു. അതുപോലെ സെൻസർ ഇൻഫോയിലും ഞാൻ ജസ്റ്റ് സർട്ടിഫൈഡ് ബൈ കൊടുത്തു. അതായത് എന്ത് വാല്യൂ ആണ് കാണിക്കേണ്ടത് എന്നുള്ളതാണ്. ഇവിടെ സെൽഫ് എന്ന് പറയുന്നത് ഈ ക്ലാസ് ആർഗ്യുമെൻ്റ് ആണ്. ഈ സെൽഫ് എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ തന്നെ റെഫർ ചെയ്യുന്ന ആർഗ്യുമെൻ്റ് ആണ്. ആക്ടറിന് നെയിം. ഇനിയിപ്പം ഓക്കെ, അതായത് ഈ ഒബ്ജക്റ്റിൻ്റെ സ്ട്രിങ് റെപ്രസെൻറ്റേഷൻ, അതാണ് നമ്മൾ ഈ ഡബിൾ അണ്ടർസ്കോർ. ഇതൊരു നമ്മുടെ പൈത്തൺ നിങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ അറിയാം. പൈത്തണിൻ്റെ കോൺസെപ്റ്റിൽ വരുന്ന ഇതാണ്. ഓക്കെ, ഒരു ഡണ്ടർ മെത്തേഡാണിത്. ഡബിൾ അണ്ടർസ്കോർ മെത്തേഡ് എന്നുള്ളതുകൊണ്ടാണ് ഡണ്ടർ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നേരെ ഇതൊന്ന് റിഫ്രഷ് ചെയ്യാം. ഓക്കെ, ഇപ്പം നോക്കി, ഇവിടെ നമ്മുടെ പേരായി. ഓക്കെ, ഇതാണ്. ഇപ്പോൾ നമ്മളൊന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ആ ഒരു മോഡലിനകത്ത് മാത്രം അതിൻ്റെ റെപ്രസെൻറ്റേഷൻ നെയിം ആഡ് ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. നമുക്കൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഞാൻ എന്തായാലും ഒരു മൂവി നെയിം കൊടുക്കുന്നു. ഒരു മൂവി നെയിം കൊടുത്തു, ഇയർ കൊടുത്തു. അതിനുശേഷം പോസ്റ്റർ സെലക്ട് ചെയ്തു. ഓക്കെ, ഇത് സെലക്ട് ചെയ്തു. ഡയറക്ടഡ് ബൈ ആരാന്ന് പറഞ്ഞ് സെലക്ട് ചെയ്ത് കൊടുത്തു. 2 ആക്ടേഴ്സിനെ സെലക്ട് ചെയ്തു. ഓക്കെ, സബ്മിറ്റ് കൊടുത്തു. പക്ഷേ ഓക്കെ, ഇപ്പോൾ ഇവിടെ നേരെ എന്ത് സംഭവിച്ചു, ലിസ്റ്റിൽ വന്നു.
ഇതാ പുതിയ മൂവി ആഡായിരിക്കുന്നു. നമുക്ക് അഡീഷണൽ ഒരു മൂവിയുടെ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. വീണ്ടും ഞാൻ ടൈറ്റിൽ കൊടുക്കുന്നു. എന്തെങ്കിലും ഒരു മൂവീസോടെ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഇയർ കൊടുത്തു, ഡിസ്ക്രിപ്ഷൻ കൊടുത്തു, പോസ്റ്റർ സെലക്ട് ചെയ്തു, സെൻസർ ഡീറ്റെയിൽസ് സെലക്ട് ചെയ്തു, ഡയറക്ടർ ബൈ സെലക്ട് ചെയ്തു, ആക്ടറെ സെലക്ട് ചെയ്തു. ആക്ടർ ഇത് മൾട്ടിപ്പിൾ സെലക്ഷനാണ്. നമ്മൾ അവിടെ എന്താണോ വേണ്ടത് അതേപോലെ തന്നെ നമ്മുടെ മോഡിഫോം ചെയ്തേക്കുന്നുണ്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് കണ്ടോ ഇവിടെ ആഡായില്ല. അതിന് വരെ ഇവിടെ ഒരു എറർ മെസ്സേജ് വന്നിരിക്കുന്നത്. ഈ എറർ മെസ്സേജ് നമ്മുടെ ഫോമിൽ നമ്മൾ ഇത് കണ്ടോ മൂവി വ്യൂ ഫംഗ്ഷൻ ഇതെല്ലാം നമ്മൾ അന്ന് സംസാരിച്ചപ്പം പോസ്റ്റിനകത്ത് പറഞ്ഞതാണ്. ഇവിടെ കണ്ടോ ഇവിടെ നമ്മൾ ഈസ് വാലിഡ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ചെക്ക് ചെയ്തിട്ടാണ് സേവിലേക്ക് പോകുന്നത്. ഈ സമയത്ത് നോക്കുന്നത് നമ്മുടെ ഫോം വഴി യൂസർ ഇൻപുട്ട് ചെയ്തേക്കുന്ന ഡേറ്റ മോഡലും ആയിട്ടുള്ള ഡേറ്റ ആയിട്ട് വാലിഡേറ്റ് ചെയ്യും അല്ലേ. അങ്ങനെ വാലിഡേറ്റ് ചെയ്താണ് നോക്കുന്നത്. ഇപ്പോൾ ഈ വാലിഡേറ്റ് ചെയ്തപ്പോൾ ഇവിടെ എന്താ എറർ കാണിച്ചിരിക്കുന്നത്? മോഡൽ ഇൻഫോ വിത്ത് ദിസ് സെൻസർ ഡീറ്റെയിൽസ് ഓൾറെഡി എക്സിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോഡൽ ഇൻഫോ ഒരു എന്ത് ടൈപ്പ് ഓഫ് ഫീൽഡാണ്? മോഡൽ ഇൻഫോ ഒരു 1-to-1 ഫീൽഡാണ് അല്ലേ. 1-to-1 ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒരു സെൻസർ ഡീറ്റെയിൽസിന് ഒരു മൂവിയേ ഉണ്ടാവുള്ളൂ. ഇപ്പം നമ്മളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ 3 എണ്ണത്തിനുമുള്ളത് നമ്മളിപ്പം ആഡായി. അതാണ് എറർ. അപ്പോൾ ഓൾറെഡി ഈ കൃഷ്ണദാസ് എന്ന് പറയുന്നത് വേറൊരു മൂവിയുമായിട്ട് ബൈൻഡഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പുതിയത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ അഡ്മിനിൽ കയറിയിട്ട് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യുക, പുതിയ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് വേറൊരു ഓപ്ഷൻ നമ്മൾ കൊടുക്കാത്തത് കൊണ്ടാണ്. ജാങ്കോയുടെ അഡ്മിൻ എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു, മൂവി അഡ്മിൻ. പക്ഷേ ഇവിടെ സെൻസർ ഇൻഫോഡ് ഒബ്ജക്റ്റ് ഇല്ല. അതിനെന്ത് ചെയ്യണം? നമ്മൾ വീണ്ടും admin.py ചെല്ലുക. അതായത് മൂവീസിലെത്തുക, മൂവീസിൽ admin.py അതായത് ഈ admin.py രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മോഡലുകൾ മാത്രമായിരിക്കും നമ്മുടെ ബാക്കെൻഡ് അഡ്മിനിൽ കാണുന്നത്. നമ്മൾ ലാസ്റ്റ് ചെയ്ത സമയത്ത് സെൻസർ ഇൻഫോ ആഡ് ചെയ്യുക, വീണ്ടും രജിസ്റ്റർ കൊടുത്തേക്കുക. അതുപോലെ തന്നെ വേണമെങ്കിൽ ആക്ടറിനെയും ആഡ് ചെയ്യാം. ആക്ടറിനെ ആഡ് ചെയ്യുക, രജിസ്റ്റർ ചെയ്യാം. ഓക്കെ. അതിനുശേഷം നമ്മൾ നേരെ ഇവിടെ എത്തുക. ഇപ്പോൾ സെൻസർ ഇൻഫോ വന്നു. നമ്മൾ പുതിയൊരു സെൻസർ ഡേറ്റ ആഡ് ചെയ്യാണ്. ആഡ് സെൻസർ ഇൻഫോ എന്ന് പറഞ്ഞു കൊടുക്കുക. റേറ്റിംഗ് എന്തെങ്കിലും ഒരു റേറ്റിംഗ് എടുക്കുക. സർട്ടിഫൈഡ് ബൈ എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. സേവ് ചെയ്യാം. വീണ്ടും ഒരു സെൻസർ ഇൻഫോടെ വേണം ആഡ് ചെയ്യണമെങ്കിൽ റേറ്റിംഗ് സർട്ടിഫൈഡ് ബൈ എന്തെങ്കിലും കൊടുത്തു, സേവ് ചെയ്യാം. ഓക്കെ. ഇനി നേരെ നമ്മൾ വീണ്ടും ക്രിയേറ്റ് ഫംഗ്ഷനിലെത്തുക. ഒന്ന് റീഫ്രഷ് ചെയ്തേക്കുക. ഓക്കെ. ഇവിടെ നമ്മൾ നോക്കിയറിയാം. പുതിയ നമ്മൾ ആഡ് ചെയ്തേക്കെന്ന് വന്നിട്ടുണ്ട് അല്ലേ. അതൊന്ന് സെലക്ട് ചെയ്യുക, ഇമേജ് സെലക്ട് ചെയ്യുക, വീണ്ടും സബ്മിറ്റ് കൊടുക്കുക. ഇപ്പോൾ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് ആഡ് ചെയ്ത ഡേറ്റയും എത്തിയിട്ടുണ്ട്. ഇത് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റേ ക്ലിക്ക് ചെയ്യാം. ഇതെല്ലാം നമ്മൾ ഓൾറെഡി ഉണ്ടോ, ഇതിനകത്തെല്ലാം ഓൾറെഡി സെലക്റ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്തായിരുന്നു സെൻസർ ഡീറ്റെയിൽസ്, ഡയറക്ടർ, ഇതൊക്കെ നമുക്കൊരു ലൈൻ ഓഫ് കോഡ് പോലും എഴുതാതെയാണ് നടക്കുന്നത്. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഫോം. ഇപ്പം റിലേഷൻഷിപ്പ് ഉൾപ്പെടെ ആഡ് ചെയ്യാവുന്ന രീതിയിലായിട്ടുണ്ട്. അതായത് നമ്മൾ ആഡ് ചെയ്ത സെൻസർ ഡീറ്റെയിൽസും എല്ലാം ആഡ് ചെയ്യാവുന്ന രീതി ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ക്വറി സെറ്റ് എന്തെന്ന് നോക്കാറുണ്ടല്ലോ. അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് ഒരു ടെർമിനലിലൂടെ ആഡ് ചെയ്യുവാണ്. അതിനുവേണ്ടി നമ്മൾ ഈ കമാൻഡിൽ ചെന്നിട്ട് കമാൻഡ് പ്രോംപ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ സൈഡിൽ നിങ്ങൾക്ക് കാണാം നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ടെർമിനലുകളെല്ലാം. ഇതിനകത്ത് ഞാനിപ്പോൾ ഒരു അഡീഷണൽ ഒരു ടെർമിനലിലൂടെ ഓപ്പൺ ചെയ്തു. കാരണം നമുക്ക് ആ മാനേജ് കമാൻഡ്സ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ്. മൂവി മാനേജറിലെത്തി. വീണ്ടും ഞാൻ ഷെൽ കമാൻഡ്സിലേക്ക് പോവാണ്. വീണ്ടും നമ്മൾ പൈത്തൺ മാനേജർ.py
ഷെൽ എന്ന് പറഞ്ഞ കമാൻഡ് അടിക്കുന്നു. ഓക്കെ, ഇതിൽ ഞാൻ പഴയ പോലെ ഇമ്പോർട്ട് ചെയ്യുന്നു. ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലായിരിക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതിനു വേണ്ടി ഫ്രം മൂവീസ് ഡോട്ട് മോഡൽസ് ഇമ്പോർട്ട് മൂവി ഇൻഫോ. തൽക്കാലം ഒരു ഒബ്ജക്റ്റേ ഇമ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് എന്താണ് ക്വറി സെറ്റ് എന്നുള്ളത് നോക്കാം. നമ്മുടെ ചാനലിൽ IT ഫീൽഡിൽ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ ട്യൂട്ടോറിയൽസും അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് പഠിക്കുമ്പോൾ എന്ത് വന്നാലും സംശയങ്ങളൊക്കെ വരാം. ഈ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ 1 month സപ്പോർട്ട് നമ്മുടെ ചാനൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ prototype.com എന്നുള്ള വെബ്സൈറ്റ് കയറിയിട്ട് ഈ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നിങ്ങളൊരു ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് എൻ്റർ ചെയ്യിപ്പിക്കും. ഈ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മലയാളത്തിലോ ഇംഗ്ലീഷിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ഡൗട്ടുകൾ ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അതുപോലെ ഓൺലൈനിൽ വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇവിടെ വന്ന് നമ്മുടെ ടീമിൻ്റെ കൂടെ നമ്മുടെ ഇരുന്ന് വർക്കൗട്ട് ചെയ്യുന്ന ഒരു ബ്രോ ക്യാമ്പ് എന്നുള്ള പ്രോഗ്രാമും കൂടെ ഉണ്ട്. ഈ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം. നിങ്ങൾ ഏതൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളായാലും IT ഫീൽഡിലോട്ട് കരിയർ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സൗകര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. അതുപോലെ ഈ നമ്പറുകളിലും കോൺടാക്ട് ചെയ്യാം. ക്വറി സെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് പറയാം. അതിനകത്ത് നിങ്ങളൊരു കാര്യം നോക്കിയറിയാം. എന്താണ് ക്വറി സെറ്റിൻ്റെ ടൈപ്പ് എന്ന് നോക്കിയറിയാം. ഡേറ്റ ടൈപ്പ്. പൈത്തണിൽ ഡേറ്റ ടൈപ്പ് അറിയാൻ വേണ്ടി എന്ത് ചെയ്യും? ടൈപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിനകത്ത് നിങ്ങൾ നോക്കിയാൽ അറിയാം ജാങ്കോ db.models ക്വറി സെറ്റ് എന്ന് പറയുന്ന ഒരു ഡേറ്റ ടൈപ്പാണ് ഈ ഓൾ മൂവീസിനുള്ളതെന്ന് അറിയാം. ക്വറി സെറ്റ് എന്ന് പറയുന്ന ഒരു നെയിം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇതൊരു സെറ്റ് ഓഫ് ക്വറീസ് ആണ്. നമുക്ക് റിട്രീവ് ചെയ്യുന്ന ഡേറ്റ എന്നല്ല വരുന്നത്. നമുക്ക് എന്തൊക്കെ ക്വറീസ് ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് അതാണ് ശരിക്കും ക്വറി സെറ്റിൽ വരേണ്ടത്. നമ്മൾ ജാങ്കോയുടെ പൊതുവെ പറയും എന്താ പറയുക, ലേസി ലോഡിംഗ് എന്ന് പറയും. ലേസി ലോഡിംഗ് എന്ന് വെച്ച് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ഒരു ഇൻഫർമേഷൻ ഇവിടെ ഇങ്ങനെ വരുന്ന സമയത്ത് ഒരിക്കലും ഇത് DB-ആയിട്ട് ഒരു എക്സിക്യൂഷൻ ഇവിടെ നടക്കുന്നില്ല. അതായത് ഇങ്ങനെ ഒരു കാര്യം മൂവി ഇൻഫോ .objects.all എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തു കഴിയുന്ന സമയത്ത് ഇവിടെ ഒരു ക്വറി എക്സിക്യൂഷൻ നടക്കുന്നില്ല. ഇവിടെ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ക്വറിയാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അതൊരു ക്വറി ഒരു സെറ്റായിട്ട് അത് ഈ ഓൾ മൂവീസിൽ റിട്ടേൺ ചെയ്യുന്നു. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം എന്ത് ക്വറി, അത് എന്ത് ടൈപ്പ് ഓഫ് ക്വറിയാണ് അവിടെ, അതായത് എന്ത് SQL ക്വറി എക്സിക്യൂട്ട് ചെയ്താലാണ് ഡേറ്റ ഫെച്ച് ആവുന്നത് അതാണ് ഇവിടെ ശരിക്കും ഓൾ മൂവീസിൽ കിടക്കുന്നത്. പിന്നീട് നമ്മൾ പ്രിൻ്റ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും അത് ഫോളോ പേജ് റിട്രീവ് ചെയ്യുന്ന സമയങ്ങളിലോ, അതായത് നീഡഡ് ആയിട്ടുള്ള സമയത്ത് മാത്രമായിരിക്കും ഈ ക്വറി സെറ്റിലെ എക്സിക്യൂഷൻ നടക്കുന്നത്. ജാങ്കോ ക്വറി സെറ്റ് എന്ന് പറയുന്നത് ഒരു വൈഡ് ടോപ്പിക്കാണ്. അതിനകത്ത് നമുക്ക് SQL എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, SQL തന്നെ ശരിക്കും പറഞ്ഞാൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സെലക്ട് കേസ് അങ്ങനെയൊക്കെ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതായത് നമുക്ക് പലപ്പോഴും നമ്മളൊരു ഒരു പർട്ടിക്കുലർ എന്തെങ്കിലും ഒരു സെനാരിയോ വരുന്ന സമയത്തായിരിക്കും അത് എങ്ങനെയാണ് നമുക്ക് ആ ഡേറ്റ റിട്രീവ് ചെയ്യാൻ പറ്റുക എന്നുള്ള കണ്ടീഷൻസ് ഉണ്ടാവുക. കണ്ടീഷൻസ് ഉണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ എന്താ പറയുക ഒരു ഇയറിൽ താഴെയുള്ള മാത്രം, അതായത് 2000 മുമ്പുള്ള മൂവീസിനകത്ത് ഏറ്റവും ഹയസ്റ്റ് കളക്ഷൻ നേടിയതിൻ്റെ ആവറേജ് കാണുക. ചിലപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു സിംഗിൾ ക്വറി ആയിരിക്കും എടുക്കുക. ചിലപ്പോൾ നമ്മൾ SQL ക്വറിയിൽ അത് തന്നെ ചെയ്യേണ്ടി വരാം. അത് നമ്മൾ ORM യൂസ് ചെയ്തിട്ട് റിട്രീവ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനുള്ളൊരു ക്വറി ബിൽഡ് ചെയ്യേണ്ടി വരും. ഈ എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ബാക്ക് എൻഡ് DB ചെയ്യുമോ അതെല്ലാം തന്നെ നമുക്ക് ORMനകത്തുള്ള ഈ ക്വറി സെറ്റ് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ടോപ്പിക്സ് ആയിരിക്കും നമ്മളിപ്പം കവർ ചെയ്യുന്നത്. പിന്നീട് നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്തുമായിട്ട് നമുക്കതിൻ്റെ ഡീറ്റെയിലിലേക്ക് പോകുന്നതായിരിക്കും. നമുക്ക് ഇപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും ഇതിനകത്ത് കവർ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യുന്ന ക്വറി സെറ്റ് എന്ന് പറയുന്നത് മൂവി ഇൻഫോ .objects.all അല്ലേ, അതായത് ഓൾ മൂവീസ് എന്ന് പറഞ്ഞു കൊടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് റിട്ടേൺ ചെയ്യുന്ന ഒരു ക്വറി സെറ്റ് ആയിരിക്കും അല്ലേ. ഇത് ക്വറി സെറ്റ് നമ്മൾ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് അത് റൺ ചെയ്യാനുള്ള ക്വറി ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. ക്വറികളുടെ സെറ്റായിരിക്കും ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒറ്റയടിക്ക് ഡേറ്റയാക്കി മാറ്റാം, അതായത് ഒരു ഡിക്ഷണറി അറേ ആയിട്ട് മാറ്റാൻ പറ്റും. അതിനുവേണ്ടി നമുക്ക് ഉപയോഗിക്കുന്ന ഇതാണ് വാല്യൂസ് എന്ന് പറയും. ഇപ്പോൾ ഇവിടെ ശരിക്കും ഇങ്ങനെ ഇതുണ്ട്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഈ ഓൾ മൂവീസ് .values എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പറയുന്നത് ഓക്കെ. ഇപ്പോൾ ഇവിടെ നേരെ നമുക്ക് വന്ന ക്വറി സെറ്റിലെ ഡേറ്റ എല്ലാം
കണ്ടോ എക്സിക്യൂട്ട് ചെയ്തു. ഇപ്പോൾ ഇതൊരു ഡിക്ഷണറി ഡേറ്റ ആയിട്ടായിരിക്കും വന്നേക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതൊരു നമുക്കൊരു ഡിക്ഷണറി ഡേറ്റ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഫിൽട്ടർ എന്ന് പറയുന്നൊരു ഓപ്ഷനാണ്. അടുത്തായിട്ട് ക്വറി സെറ്റിന് തന്നെ ഫിൽട്ടർ ഫംഗ്ഷൻ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫിൽട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് ഡേറ്റ ഫിൽട്ടർ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമുക്ക് SQLനകത്ത് വെയർ കണ്ടീഷൻ യൂസ് ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങളുണ്ടാവും. വെയർ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കണ്ടീഷൻ ബേസ് ചെയ്തിട്ടുള്ള ഡേറ്റ മാത്രമായി നമുക്ക് റിട്രീവ് ചെയ്യണം. അതിന് ഈക്വലൻ്റ് ആയിട്ട് നമ്മൾ ജാങ്കോ ORM യൂസ് ചെയ്യുന്നതാണ് ഫിൽട്ടർ ഫങ്ഷൻസ്. ഫിൽട്ടർ എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ നേരത്തെ ചെയ്ത എക്സാമ്പിൾ തന്നെ പോകാം. നമ്മുടെ ആപ്ലിക്കേഷൻ അതിപ്പം ഉണ്ടോ എല്ലാ ഡേറ്റയും ലിസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലേ. നമുക്ക് അത് വേണ്ട. എല്ലാ ഡേറ്റയും നമ്മളൊരു ഇയർ 2023 ആയിട്ടുള്ള മൂവീസ് മാത്രം ചെയ്താൽ മതി എന്ന് കരുതുക. ഓക്കെ, അതായത് ഇപ്പം നോക്കിയേ, ഇവിടെ 2023 ഉള്ള ആകെ 3 മൂവീസ് മാത്രമേ ഉള്ളൂ. അതിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഇതാണ്. നമ്മുടെ ബാക്ക് വ്യൂ ഫംഗ്ഷനിലെത്തി, അതായത് 2023 ഡേറ്റ മാത്രം നമുക്ക് ഇത് ചെയ്താൽ മതി എന്ന് കരുതാം. വ്യൂവിലെത്തി. ഓക്കെ, വ്യൂവിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ എന്തായിരുന്നു? മൂവി ഇൻഫോ ഡോട്ട് ഒബ്ജക്റ്റ് ഡോട്ട് ഓൾ എന്ന് പറഞ്ഞായിരുന്നു കൊടുത്തിരുന്നത് അല്ലേ. നമ്മൾ ഫിൽറ്ററിനെ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഓൾ മാറ്റി ഫിൽട്ടർ എന്നാക്കുന്നു. ഓക്കെ, ഈ ഫിൽട്ടർ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് എന്ത് വെച്ചിട്ടാണ് നമ്മൾ ഫിൽട്ടർ ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഇവിടെ നമ്മൾ കൊടുക്കുന്നത് ഫീൽഡ് നെയിം കൊടുത്തു. അതായത് നമ്മുടെ മൂവി ഇൻഫോയുടെ ഫീൽഡ് നെയിം ഏതാണ്, ഏത് ഫീൽഡ് കണ്ടീഷനാണ് നോക്കേണ്ടത്. ഓക്കെ, 23. ഇവിടെ നമ്മളുടെ കണ്ടീഷൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് മൂവി ഇൻഫോ ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ഫിൽട്ടർ ഇയർ ഈക്വൽ ടു 23 എന്ന് പറയുന്നൊരു കണ്ടീഷനാണ് നമ്മൾ കൊടുത്തിരുന്നത് അല്ലേ. സേവ് ചെയ്തു. അതായത് ഇനി നമ്മളൊന്ന് റീഫ്രഷ് ചെയ്യുന്നു. ഇതെടുക്കുന്നു. ഇപ്പോൾ നമ്മളെല്ലാം കാണിച്ചിട്ടുണ്ട്. നേരെ റീഫ്രഷ് കൊടുക്കുന്നു. ഓക്കെ, നോക്കിയേ, ഇപ്പോൾ 2023 ഇയർ 2023 മാത്രമുള്ള മൂവീസ് മാത്രമാണ് വന്നിരിക്കുന്നത് അല്ലേ. അതായത് ഒരു ഫിൽറ്ററിൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് നമുക്ക് ഫിൽറ്ററൊക്കെ വളരെ കോംപ്ലക്സ് ആയിട്ട് കൊടുക്കാൻ പറ്റും. ഈ ഫിൽറ്ററിൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന, ഇപ്പം ഞാൻ ഈ കൊടുത്തേക്കുന്ന ഏറ്റവും ഒരു ബേസിക് ആയിട്ടുള്ളൊരു കണ്ടീഷൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി കൊടുത്തതാണ്. ഇയർ 20 ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ ബാക്കിൽ നടക്കുന്നത് നമുക്ക് നോക്കാം. ഞാൻ കമാൻഡിലേക്ക് വന്നു. ഓക്കെ, നമ്മൾ നേരെ ആ ഒരു മൂവീസ് 23 എന്ന് പറഞ്ഞൊരു ഫിൽറ്റർ കണ്ടീഷൻ എഴുതുവാണ്. ഈക്വൽ നമ്മുടെ കണ്ടീഷൻ കോപ്പി ചെയ്ത് കാണിച്ചു. ഇതെന്താണ്? ഓക്കെ, ഇപ്പം നമ്മൾ മൂവീസ് 2023 എന്ന് പറയുന്നത് എന്ത് കൊറിയാണ് അവിടെ വന്നതെന്നുള്ളതൊന്ന് നോക്കാം. കൊറി കാണാൻ വേണ്ടി QERY. ഓക്കെ, നോക്കിയേ, ഇവിടെ കണ്ടീഷൻ വന്നിരിക്കുന്നത് സെലക്ട് മൂവി ഇൻഫോ ഡോട്ട് ID മൂവി ഇൻഫോ ഡോട്ട് ടൈറ്റിൽ ഫ്രം മൂവി ഇൻഫോ വയർ. ഇതാണ് നമ്മൾ നോക്കേണ്ടത്. മൂവി ഇൻഫോ ഡോട്ട് ഇയർ ഈക്വൽ ടു 2023. ഓക്കെ, ഇവിടെ ഇത് കണ്ടിട്ട് നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട. ഇത് നമ്മളുടെ ടേബിൾ നെയിം കൂട്ടി അതിനെ കോൾ ചെയ്യുന്നതേ ഉള്ളൂ. അതായത് മൂവി ഇൻഫോ ഡോട്ട് ID മൂവി ഇൻഫോ ഡോട്ട് ടൈറ്റിൽ എന്നൊക്കെ പറയുന്നത് ഇത് നമ്മുടെ ടേബിൾ നെയിമാണ്. ഓക്കെ, ഇവിടെ നോക്കിയ കണ്ടീഷൻ നോക്കിയത് സാധാരണ ഒരു വെയർ കണ്ടീഷൻ കൊറിയാണ് ഇവിടെ നടന്നേക്കുന്നത് അല്ലേ. ഇപ്പം നമ്മൾ വേറൊരു കണ്ടീഷനോടെ വേണമെന്ന് നോക്കാം. ഇപ്പം ഇതിനകത്ത് നോക്കിയേ, ടൈറ്റിൽ 2 കണ്ടീഷൻ പറയണമെന്ന് കരുതുക. ടൈറ്റിൽ ജയിലറും ഇയർ 2023 ആയിട്ടുള്ള ഡേറ്റയാണ് നമുക്ക് വേണ്ടെന്ന് കരുതുക. അപ്പം ഞാനവിടെ ഒരു കോമ ഇട്ടു. എന്നിട്ട് കണ്ടീഷൻ എഴുതി ടൈറ്റിൽ ഈക്വൽ ടു എന്തായിരുന്നു? ജയിലർ അല്ലേ. ജയിലർ ഈ ഒരു കണ്ടീഷനോടെ ഇട്ടു. എന്നിട്ട് സേവ് ചെയ്തു. ഓക്കെ, അതിന് ശേഷം ഒന്ന് റിഫ്രഷ് ചെയ്യുന്നു. ഇപ്പോൾ ഇത് നമുക്ക് കിടക്കുന്ന ജയിലർ ഉണ്ട്, മൂവി 1 ഉണ്ട്, രോമാഞ്ചം ഉണ്ട്. ഓക്കെ, നമ്മൾ ഇപ്പോൾ ഇതിനകത്ത് ഒന്നും വന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം നമ്മൾ കൊടുത്ത ഡേറ്റയിൽ എവിടെയോ മിസ്റ്റേക്ക് ഉണ്ട്. നോക്കാം, ജയിലറിൻ്റെ സ്മോൾ ലെറ്ററാണ് വന്നിരുന്നത്. നമ്മളവിടെ ക്യാപ്സ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. അതായത് ജയിലർ ഡേറ്റ നമ്മുടെ ടെംപ്ലേറ്റിൽ നമ്മൾ ലിസ്റ്റിനകത്ത് അപ്പർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് അവിടെ ഡേറ്റ വരാഞ്ഞത്. അപ്പോൾ അത് നമ്മൾ സ്മോൾ ലെറ്ററിലാക്കിയിട്ട് കൊടുത്തു. ഇപ്പോൾ ഇവിടെ ജയിലറിൻ്റെ ഡേറ്റ വന്നു. ഇനിയിപ്പം ഓക്കെ, ബേസിക്കലി ഫിൽറ്റർ ക്വറി എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഡേറ്റ ഫിൽറ്റർ ചെയ്യുക എന്നുള്ളതാണ്.
അതായത് നമ്മുടെ വെയർ കണ്ടീഷൻ യൂസ് ചെയ്ത് ചെയ്യുന്നത് പോലെ അതിൽ തന്നെ നമ്മളിപ്പം നമുക്ക് നമ്മൾ നിങ്ങൾക്കറിയാം SQL യൂസ് ചെയ്യുമ്പോൾ ഓർ യൂസ് ചെയ്യാറുണ്ട്, ആൻഡ് യൂസ് ചെയ്യാറുണ്ട്. ഏത് കണ്ടീഷൻ വേണമെങ്കിലും നമുക്ക് ഈ ഫിൽറ്റർ ക്വറി യൂസ് ചെയ്ത് തന്നെ ചെയ്യാൻ പറ്റും. അതിനെല്ലാം അതിനകത്ത് ഫംഗ്ഷനുകളുണ്ട്, ഫിൽറ്റർ ഫംഗ്ഷൻസുകളുണ്ട്. ഇതിപ്പോൾ ഇവിടെ ഏത് ക്വറിയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. നേരെ ഞാൻ ഈ ഡേറ്റ കോപ്പി എടുത്തു, നമ്മുടെ കമാൻഡിനകത്ത് കോപ്പി ചെയ്തിട്ടു, എന്നിട്ട് പ്രിൻ്റ് ചെയ്തു. മൂവി സെറ്റ് ഡോട്ട് കൊറി എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, നോക്കിയേ കണ്ടീഷൻ നോക്കിയേ, വെയർ മൂവി ഇൻഫോ ഡോട്ട് ടൈറ്റിൽ ഈക്വൽ ടു ജയിലർ ആൻഡ് കണ്ടീഷനാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ. മൂവി ഇൻഫോ ഇയർ ഈക്വൽ ടു 2023. ഇതേപോലെ നമ്മുടെ ഏത് കണ്ടീഷൻസ് വേണമെങ്കിലും ചെയ്യാനുള്ള ഓപ്ഷൻസ് ഫിൽറ്ററിനകത്ത് ഉണ്ട്. ഓക്കെ, ഈ ഫിൽറ്റർ എന്ന് പറയുന്നത് വളരെ കുറച്ചുകൂടെ അഡ്വാൻസ് ലെവലിൽ വളരെ കോംപ്ലക്സ് ആയിട്ടൊക്കെ എഴുതാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഇതേ കുറി തന്നെ ഞാൻ വേറൊരു രീതിയിൽ എഴുതി കാണിക്കാം, നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം ഞാൻ ഇങ്ങനെ എഴുതി, ഇയർ യൂസ് ചെയ്യുക, അതായത് ഇയർ 2023 ആയിട്ടുള്ള ഡേറ്റ മാത്രം കാണിക്കുക. അതിനുശേഷം ഞാനിവിടെ റിഫ്രഷ് എടുത്തു. ഓക്കെ, ഇപ്പോൾ ഇവിടെ പല ഡേറ്റയും വന്നിട്ടുണ്ട് അല്ല, ഇയർ 2023 എന്നുള്ളത്. ഇനി നമ്മളൊരു കണ്ടീഷൻ ഇവിടെ കൊടുക്കുകയാണ്, നെയിം ഇയർ 2023യിൽ നെയിം രോമാഞ്ചം എന്ന് കാണിക്കുക. നമ്മൾ നേരത്തെ എടുത്ത കാര്യം തന്നെ. ഇതേ സംഭവം തന്നെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. അതായത് ഇവിടെ ശരിക്കും നമ്മൾ ഒരു ഫിൽട്ടർ ചെയ്ത ഡേറ്റയുടെ അകത്ത് വീണ്ടും ഫിൽട്ടർ ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ഇവിടം വരെ ഒരു ക്വറി സെറ്റ്, പിന്നെ വീണ്ടും ആ ക്വറി സെറ്റിലാണ് വീണ്ടും അടുത്ത ഫിൽട്ടർ അപ്ലൈ ചെയ്യുന്നത്. ടൈറ്റിൽ ഈക്വൽ ടു രോമാഞ്ചം എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഓക്കെ, സേവ് ചെയ്യുന്നു. അതായത് നമുക്ക് വേണമെങ്കിൽ ഫിൽട്ടർ ചെയ്തിട്ട് വീണ്ടും ഫിൽട്ടർ ചെയ്ത് അങ്ങനെയെല്ലാം എഴുതാൻ പറ്റും എന്നുള്ളതാണ് ഇതിനകത്ത്. അതായത് ഇതിനകത്ത് സ്പെസിഫിക് ആയിട്ട് ഇപ്പം ഞാൻ ഇതേപോലെ ചിലപ്പോൾ ഒരു ഫിൽട്ടർ ചെയ്ത് ഡേറ്റയുടെ പുറത്ത് വീണ്ടും ഫിൽട്ടർ അപ്ലൈ ചെയ്യേണ്ട വരാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയിൻഡ് ഫിൽറ്റേജ് എന്ന് പറയും. ഇങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് എഴുതാൻ പറ്റും. അത് ഫിൽട്ടർ അടുത്ത് നമ്മൾ നോക്കാൻ പോണ ഒരു ഫിൽട്ടർ പോലെ തന്നെ യൂസ് ചെയ്യുന്നതാണ് എക്സ്ക്ലൂഡ്. എക്സ്ക്ലൂഡ് ആക്ച്വലി ഫിൽറ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ, അതായത് നമ്മൾ ഫിൽറ്ററിനകത്ത് ആർഗ്യുമെൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആർഗ്യുമെൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻ ഓക്കെ ആയിട്ടുള്ള ഡേറ്റയാണ് റിട്രീവ് ചെയ്യുന്നതെങ്കിൽ എക്സ്ക്ലൂഡിൽ അത് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള ഡേറ്റകളാണ് റിട്രീവ് ചെയ്യുന്നത്. ഞാനിവിടെ ഫിൽറ്റർ മാറ്റിയിട്ട് എക്സ്ക്ലൂഡ് എന്ന് കൊടുത്തു. ഓക്കെ, എക്സ്ക്ലൂഡ് എന്ന് വെച്ചാൽ വേർ നോട്ട് എന്നുള്ളൊരു കണ്ടീഷൻ ആയിരിക്കും അവിടെ വരുന്നത്. പിന്നെ എക്സ്ക്ലൂഡ് ഇയർ 2023 എന്ന് പറഞ്ഞു കൊടുത്തു. റിട്രീവ് ചെയ്ത് ഇപ്പം നോക്കി ഇയർ 2023 അല്ലാത്ത എല്ലാ ഡേറ്റയും വന്നു. ഇതിൻ്റെ ക്വറി ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇതിപ്പോൾ ഞാൻ നേരെ പ്രിൻ്റ് ചെയ്യുകയാണ്. ഇതെടുത്തിട്ട് ഞാൻ വെറുതെ ഇങ്ങനെ കൊടുത്തു, ഡോട്ട് ക്വറി എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, കണ്ട ഇതിനകത്ത് കണ്ടീഷൻ വന്നിരിക്കുന്നത് ഇയർ ഈക്വൽ ടു 2023, അതായത് വെയർ നോട്ട് എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അതായത് വെയർ നോട്ട് ഇയർ 2023 അല്ലെങ്കിൽ ഇയർ നള്ളോ അല്ലാത്തത് ഡേറ്റയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അതാണ് എക്സ്ക്ലൂഡ് എന്ന് പറയുന്നത്. ഇയർ 23 അല്ലാത്ത കണ്ടീഷൻ ഉള്ള ഡേറ്റാസിനെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഈ കണ്ടീഷൻ ഇവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് ഫിൽറ്റർ വെയർ കണ്ടീഷനാണ് വർക്ക് ആവുന്നതെങ്കിൽ എക്സ്ക്ലൂഡ് വർക്ക് ചെയ്യുന്നത് വെയർ നോട്ടിലാണ്. അതാണ് മെയിനായിട്ടുള്ളൊരു വ്യത്യാസം. ഓക്കെ, അതേപോലെ നിങ്ങൾക്കറിയാം നമ്മൾ ചിലപ്പം ഇതിൽ തന്നെ യൂസ് ചെയ്യുന്ന നമുക്ക് എസ്ക്യൂഎലിനകത്ത് നമ്മൾ ചിലപ്പം ഡേറ്റ സോർട്ടായി ചെയ്യാനൊക്കെ വേണ്ടി നമ്മൾ ഓർഡർ ബൈ ക്വറീസ് യൂസ് ചെയ്യാറുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ഇതിനകത്തും അതിനുള്ള ഫംഗ്ഷൻ ഉണ്ട്. എക്സ്ക്ലൂഡ് ഒക്കെ പോലെ തന്നെ നമുക്ക് ഓർഡർ ബൈ എന്ന് പറഞ്ഞ് വേണേൽ കൊടുക്കാം. ഇപ്പോൾ ഇയർ 2023 എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് നമുക്ക് എക്സ്ക്ലൂഡ് ഇയർ 23, അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഓർഡർ ബൈ ഇടുവാണ്. ഓർഡർ ബൈ ഇയർ എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, അതായത് ഇവിടെ നമ്മൾ ഫീൽഡ് ഓർഡർ ബൈയുടെ ആർഗ്യുമെൻ്റ് ആയിട്ട് ഫീൽഡ് കൊടുക്കുമ്പോഴത്തേക്ക് ഈ സ്ട്രിങ് ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. അതായത് ഓർഡർ ബൈ എന്ത് കണ്ടീഷനിലാണ് കൊടുത്തേക്കുന്നത്. ഇയർ ഇതിപ്പം ചെയ്യുന്നത് ഇയർ ഫീൽഡിൻ്റെ ഓർഡറിലായിരിക്കും ഡേറ്റ കാണിക്കുന്നത്. ഇപ്പോൾ ഇവിടെ വന്നേക്കുന്നത് ഇത് കണ്ടോ, 2012, 2000. ഇതൊരു പ്രത്യേകിച്ചൊരു സോർട്ടഡ് ഓർഡർ അല്ല. റിഫ്രഷ് ചെയ്യുന്നു. ഇപ്പം നോക്കിയേ, ഇപ്പോൾ ഇയർ ബേസ് ചെയ്തിട്ട് സോർട്ട് ചെയ്തിട്ടായിരിക്കും ഡേറ്റ വന്നേക്കുന്നത് അല്ലേ.
ഇതാണ് നമ്മൾ ഓർഡർ ബൈ യൂസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഈ ഓർഡർ ബൈ എന്നുള്ള ഞാൻ എക്സ്ക്ലൂഡിന് അല്ലാതെ വെറുതെ ഡയറക്റ്റ് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഈ ഓർഡർ ബൈ ഇയർ എന്നുള്ളത് ഇപ്പം വന്നേക്കുന്നത് നേരെ എന്താ പറയുക, നമ്മുടെ ഒരു അസെൻഡിങ് ഓർഡറിലാണ് വന്നേക്കുന്നത്. ഇത് നേരെ തിരിച്ച് ഡിസെൻഡിങ് ആക്കണമെങ്കിൽ ഒന്നും ചെയ്യേണ്ട, ഇയറിൻ്റെ അവിടെ ഒരു നെഗറ്റീവ് ഇടുക. ഓക്കെ, ഇപ്പം എന്താ ഏറ്റവും വലിയ ഇയർ മുകളിൽ. പിന്നെ ഇത് ഈ ഓർഡർ ബൈ എന്ത് വേണമെങ്കിലും നെയിം വൈസ് ഏത് ഫീൽഡ് വൈസ് വേണമെങ്കിലും നമുക്ക് ഓർഡർ ബൈ കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഇതിൽ നമ്മൾ ഇതേപോലെ ജാങ്കോയിൽ കുറേ ഫങ്ഷൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ മെയിനായിട്ടുള്ളതൊക്കെയാണ് കവർ ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം ഇവിടെ പറയാം, നമ്മളിപ്പം അഥവാ നമുക്ക് സെർച്ച് ചെയ്യേണ്ടത്, അതായത് നമുക്കിപ്പം സെർച്ച് ചെയ്യേണ്ട കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു മൂവിയുടെ, ഇപ്പോൾ അതായത് നമുക്ക് 2 ഒബ്ജക്റ്റുകൾ നമ്മുടെ മോഡൽ ക്ലാസ്സുകളിൽ കുറേ റിലേറ്റഡ് മോഡൽസുകളുണ്ട് അല്ലേ. അതായത് നമുക്ക് മോഹൻലാൽ ആക്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ മോഹൻലാൽ ആക്ടറായിട്ട് വരുന്ന മൂവീസ് മാത്രം നമുക്ക് കാണണം അന്നുള്ളൊരു കണ്ടീഷനാണെന്ന് കരുതുക. ഇപ്പം നിങ്ങൾക്കറിയാം, നമ്മളവിടെ മെനു ടു മെനു ഫീൽഡിനകത്ത് ആക്റ്റഡ് മൂവീസ് എന്ന് പറഞ്ഞൊരു ആക്ടേഴ്സ് എന്ന് പറയുന്ന ഇതിലാണ് കിടക്കുന്നത് അല്ലേ. അതിനുവേണ്ടി നമ്മൾ വീണ്ടും വ്യൂവിലെത്തി നമ്മൾ കൊടുത്തിരിക്കുന്ന ഫിൽട്ടർ കണ്ടീഷൻ എഴുതുവാനായിട്ട് വ്യൂവിലെത്തിയിട്ട് ശേഷം ഫിൽറ്ററിനകത്ത് ഇങ്ങനെ കൊടുക്കുന്നു. ഫിൽട്ടർ കണ്ടീഷൻ എന്ന് പറയുന്നത് ആക്ടേഴ്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഫീൽഡ് നെയിം. ആക്ടേഴ്സിൻ്റെ അകത്ത് നെയിം, അതായത് ഇവിടെ നമ്മൾ നോക്കിയാൽ നമ്മുടെ റിലേഷൻഷിപ്പിലുള്ള മോഡലിൻ്റെയാണ് ഫീൽഡാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വരുന്നത്. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് 2 ഡബിൾ അണ്ടർസ്കോർ ഇടുക, അതിനുശേഷം നെയിം. ഇങ്ങനൊരു കണ്ടീഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിനർത്ഥം നമ്മുടെ ആക്ടർ, അതായത് മൂവി ഇൻഫോയുടെ ഒബ്ജക്ട്സ്, അതായത് മൂവി ഇൻഫോയുടെ ആക്ടേഴ്സ് എന്ന് പറയുന്ന റിലേറ്റഡ് ഫീൽഡിൻ്റെ നെയിം മോഹൻലാലായിരിക്കുന്ന മൂവീസ് മാത്രം ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് വരുന്നത്. റിഫ്രഷ് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് ഒന്നുമില്ല, നമ്മൾ കൊടുത്ത സ്പെല്ലിങ് തെറ്റായിരിക്കും. നമുക്കൊന്ന് സ്പെല്ലിങ് നോക്കാം എന്താണെന്നുള്ളത്. ഓക്കെ, ഈ സ്പെല്ലിങ് അടിച്ചു കൊടുക്കാം. ഓക്കെ, അതായത് എന്നിട്ട് നേരെ നമ്മൾ വീണ്ടും റിഫ്രഷ് ചെയ്യണം. ഓക്കെ ഉണ്ടോ? ഇപ്പോൾ ഈ 2 മൂവീസിലാണ് മോഹൻലാൽ എന്ന് പറയുന്ന കണ്ടീഷൻ. അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ആക്ടേഴ്സ് ഡബിൾ, അതായത് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതും ഇപ്പോൾ ഈ പറയുന്ന പോലെ നമുക്കിപ്പം സപ്പോസ് ഈ മോഡൽ വേറൊരു മോഡലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ നമുക്ക് ഈ ഡബിൾ അണ്ടർസ്കോർ ഇട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ ക്വറി എന്താണെന്നുള്ളത് നോക്കണമെങ്കിൽ നേരെ ഇതെടുക്കുക. ഇത് ഓഫ് കോഴ്സ് ഒരു ജോയിൻ ക്വറി ആയിരിക്കും അവിടെ വരുന്നത്. പ്രിൻ്റ് എടുക്കുന്നു. ഡോട്ട് കൊറിയ പ്രിൻ്റ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ നോക്കിയാൽ അറിയാം, കണ്ടോ, ഒരു ഇന്നർ ജോയിൻ ആണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് മൂവി ഇൻഫോ എന്ന് പറയുന്ന ക്ലാസ്സും മൂവി ഇൻഫോ ആക്ടേഴ്സ് എന്ന് പറയുന്ന ക്ലാസ്സും ഇന്നർ ജോയിൻ വരുന്നു. അതിൻ്റെ വേർ കണ്ടീഷനിൽ മൂവി ഇൻഫോ മൂവീസ് ആക്ടർ നെയിം മോഹൻലാലായിരിക്കുന്ന ഒരു ജോയിൻ ക്വറിയാണ്, ഒരു ഇന്നർ ജോയിൻ ക്വറിയാണ് അവിടെ നടക്കുന്നത്. ഓക്കെ, ഈ ഡബിൾ അണ്ടർസ്കോർ ഇതല്ലാതെ തന്നെ ഇപ്പോൾ ഇവിടെ നമ്മൾ ആക്ടേഴ്സ് അണ്ടർസ്കോർ നെയിം എന്ന് പറയുന്ന പോലെ തന്നെ ഇതുപോലെ തന്നെ കുറേ ഫീൽഡ് ലുക്കപ്സുകൾ എന്ന് പറയും. ഫീൽഡ് ലുക്കപ്സുകൾക്ക് പലതും ഉപയോഗിക്കും. ഫീൽഡ് ലുക്കപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല കണ്ടീഷൻസ് ചിലപ്പം വരും. എം വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് മാത്രം കാണുക, അല്ലെങ്കിൽ ഇയർ ഗ്രേറ്റർ ദാൻ 2000 മുകളിൽ ഉള്ളത് മാത്രം കാണിക്കുക. അങ്ങനെയൊക്കെയുള്ള സമയത്താണ് നമ്മൾ ഫീൽഡ് ലുക്കപ്സുകൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു കണ്ടീഷന് വേണ്ടിയാണ് നമ്മൾ ഫീൽഡ് ലുക്കപ്സുകൾ ഇയർ ഗ്രേറ്റർ ദാൻ GT എന്ന് പറഞ്ഞ് കൊടുക്കാം. ഇതേപോലെ കുറേ ലുക്കപ്സുകളുണ്ട്, ഫീൽഡ് ലുക്കപ്സുകളുണ്ട്. നിങ്ങൾ നോക്കിയാൽ റെഫർ ചെയ്താൽ കാണാം ഫീൽഡ് ലുക്കപ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത്. ഓക്കെ, അതായത് ഇപ്പം 2023 മേളിൽ മാത്രമാണ് വന്നിരിക്കുന്നത്. അത് നമ്മൾ വേറെ ഇപ്പം കണ്ടീഷൻ കുറച്ചുകൂടെ മാറ്റി 24 എന്നാക്കി. ഇത് ലുക്കപ്സുകൾ കുറേ ഉണ്ടാവും. ഇതേപോലുള്ള കുറേ GT എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ, LT എന്ന് പറഞ്ഞാൽ ലെസർ ദാൻ,
ഇങ്ങനെയുള്ള കുറേ ഫീൽഡ് ലുക്കപ്സുകളും ഈ ഫിൽറ്ററിൻ്റെ ഒപ്പം തന്നെ വരുന്നുണ്ട്. അതേപോലെ സ്റ്റാർട്ട്സ് വിത്ത് ഉണ്ട്. സ്റ്റാർട്ട്സ് വിത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പം ഇങ്ങനെ പറയുന്നു, ടൈറ്റിൽ _ സ്റ്റാർട്ട്സ് വിത്ത് M അല്ലെങ്കിൽ J. ഓക്കെ, ഇവിടെ ജയിലർ മാത്രം വന്നു. ഇതേപോലെ കുറേ ലുക്കപ്സുകളൊക്കെ ഉണ്ട്. ഓക്കെ, ഇതിൽ ഫിൽറ്ററിനെ റിലേറ്റ് ചെയ്ത് കുറേ കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് ഇനിയും വരുന്നുണ്ട്. ക്യൂ ഫങ്ഷൻസ് ഇങ്ങനെയുള്ള കുറേ വരുന്നുണ്ട്. നമ്മൾ ഇനിയിപ്പം അടുത്ത് ചെയ്യുന്ന, അതായത് നമ്മുടെ പ്രൊജക്റ്റിനൊപ്പം ആ ഒരു കാര്യങ്ങളെല്ലാം നോക്കാം. തൽക്കാലം ഈ ഒരു സെക്ഷൻ ഇവിടെ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യണം. പക്ഷേ ഇത് കുറച്ചുകൂടെ കൂടുതലായിട്ട്, അതായത് നമ്മൾ എന്തൊക്കെ ഫിൽറ്റർ ക്വറി, എക്സ്ക്ലൂഡ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ക്വറീസ് ടൈപ്പ് ചെയ്ത് തന്നെ റിലേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. നമുക്കൊരു ഇതെല്ലാം കൂടെ നമുക്ക് ചിലപ്പം ഒരു ഒറ്റ സെക്ഷനിൽ ഉൾക്കൊള്ളിക്കാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കാരണം അത്രയും വൈഡാണ് ഈ ഒരു സെക്ഷൻ. നമ്മൾ തന്നെ എപ്പോഴും ചെയ്യുന്ന സമയത്ത് പലപ്പോഴും റെഫർ ചെയ്തിട്ടാണ് ആ ഒരു ഓപ്ഷനുകൾ നമ്മൾ മൂവ് ആവുന്നത്. ഇനി നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഇതെല്ലാം കുറച്ചും കൂടെ അടുത്ത ലെവലിൽ പോകാം. ഇനി ഈ ഒരു വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. ഓക്കെ.